ഡോക്ടർ ശ്യാംകുമാറിന് നേരെ ഉണ്ടായ കുഴിത്തറ വെച്ച് നടന്ന സംഘപരിവാറിൻ്റെ ആക്രമണത്തിന് എതിരെ പ്രതിഷേധം രേഖപ്പെടുത്തുകയാണ്. അപ്പോൾ എല്ലാവർക്കും വേണ്ടി ഞാൻ ഇവിടെ ആ പ്രതിഷേധം രേഖപ്പെടുത്തുന്നു. ഞാൻ സിനിമ വളരെ ഇഷ്ടപ്പെടുന്ന ആളാണ്, പരമാവധി സിനിമ കാണാറുമുള്ള ആളാണ്. കാരണം സിനിമയിൽ ജീവിതമുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു, ജീവിതത്തിൽ രാഷ്ട്രീയമുണ്ട് എന്ന് എനിക്ക് മനസ്സിലാവും. എമ്പുരാൻ വന്നപ്പോഴും സിനിമ കാണണം എന്ന് വിചാരിച്ചു, പക്ഷേ ബഹളമൊക്കെ ഒന്ന് കഴിയട്ടെ എന്ന് വിചാരിച്ചു. പക്ഷേ ബഹളം കഴിയാൻ നിൽക്കാൻ കാല് അനുവദിക്കുന്നുണ്ടായിരുന്നില്ല. പൊള്ളുന്ന കാലോടുകൂടി പോയി കാണുകയുണ്ടായി. ഈ സിനിമയുടെ ആദ്യത്തെ 20 മിനിറ്റ് കൊണ്ട് മാത്രം, അല്ലെങ്കിൽ ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇതൊരു വയലൻസ് സിനിമയാണ്, ഇതൊരു പ്രതികാര സിനിമയാണ്, ഇത് ഏതൊക്കെയോ ഹോളിവുഡ് സിനിമയുടെ കഷ്ണങ്ങൾ ചേർത്ത് വച്ചതുപോലെയുള്ള ഒരു സിനിമയാണ്. സിനിമ എന്നുള്ള നിലയിലോ ഒരു പൊളിറ്റിക്കൽ ഓൾട്ടർനേറ്റീവ് എന്നുള്ള നിലയിലോ ഒന്നും സിനിമ നിലനിൽക്കുന്ന സിനിമയല്ല. പക്ഷേ ആദ്യത്തെ 20 മിനിറ്റ് കൊണ്ട് നമ്മുടെയൊക്കെ മറവിക്ക് മുകളിൽ ഓർമ്മകൾ കൊണ്ട് ആഘാതം സൃഷ്ടിച്ചു എന്നത് ഈ സിനിമയെ ചരിത്രത്തിലേക്ക് എടുത്തുയർത്തി. ആ 20 മിനിറ്റാണ് ഈ സിനിമ. ഏറ്റവും പുതിയ ഫ്രണ്ട് ലൈനിൽ CS വെങ്കടേഷിൻ്റെ അതൊന്നും ഒരു ലേഖനം ഉണ്ടായിരുന്നു. ആ ലേഖനത്തിൻ്റെ തുടക്കം ഇതാണ്: എമ്പുരാൻ്റെ ഹരാക്കിരി കഴിഞ്ഞ് അവതരിച്ചിട്ടുണ്ട്. ഹരാക്കിരി എന്താണെന്നറിയാം? വയറ് കീറി ആത്മഹത്യ ചെയ്യുന്ന സമുറായി പോരാളികളുടെ ഒരു രീതിയാണ്. പക്ഷെ ഇനി എത്ര ഹരാക്കിരി കഴിഞ്ഞാലും ഈ സിനിമ അറിഞ്ഞോ അറിയാതെയോ അതിൻ്റെ രാഷ്ട്രീയ ദൗത്യം നിർവഹിച്ചു കഴിഞ്ഞു. അപ്പോൾ അതിനൊപ്പം നിൽക്കേണ്ട ഉത്തരവാദിത്വം ഇവിടെ എല്ലാവരും പറഞ്ഞാലും ഒരു സിവിൽ സൊസൈറ്റിക്കുണ്ട്. എനിക്ക് ആ മൗസി എന്ന് പറയുന്ന അതിനകത്തെ ആ കഥാപാത്രം മുസ്ലിം സഹോദരങ്ങളെ അവിടെ സംരക്ഷിക്കാൻ നടത്തുന്ന ശ്രമം, പക്ഷെ എനിക്ക് അന്നേരം ഓർമ്മ വന്നത് മുഴുവനും കോൺഗ്രസ് MP ജെഫ്രിയാണ്. അവിടേക്ക് 10-20,000 ആളുകൾ 2 പ്രാവശ്യമായിട്ട് ചെന്ന് ആക്രമിക്കുന്നതും, ശരിക്കും ദേഹമൊക്കെ പെരുക്കുന്നുണ്ട് ഓർക്കുമ്പോൾ. ആ മനുഷ്യൻ്റെ കൈയും കാലും അരിഞ്ഞിട്ട് മണ്ണെണ്ണ ഒഴിച്ച് തീ കത്തിക്കുന്നത്, ഈ ഓർമ്മകളെ എല്ലാം കൊണ്ടുവന്നു എന്നുള്ളത് കൊണ്ട് ഈ സിനിമ നിലനിൽക്കേണ്ട സിനിമയാണ്, ചരിത്രത്തിൽ രേഖപ്പെടുത്തേണ്ട സിനിമയാണ്. 2000-ന് ശേഷം ജനിച്ച കുട്ടികൾക്കൊന്നും ഇതറിയില്ല. നമുക്കറിയാം, ഇത് സോഷ്യൽ മീഡിയയിൽ തിരഞ്ഞാൽ തന്നെ കാണാം. ഇവരെല്ലാം ഇത് വളരെ ആകാംക്ഷയോടുകൂടി തിരക്കുന്നു, അന്വേഷിക്കുന്നു. അതുതന്നെയാണ് സിനിമയുടെ രാഷ്ട്രീയം. ഹിറ്റ്ലറിൻ്റെ മസാക്കർ, ജർമ്മൻ ഫാസിസത്തെക്കുറിച്ച് ധാരാളം സിനിമകളുണ്ട്. പക്ഷേ ആ സിനിമകളെ എല്ലാം അതിജീവിക്കുന്നു ഈ 20 മിനിറ്റ് കൊണ്ട് ഈ സിനിമ. എൻ്റെ വിചാരമാണ്. എന്നാൽ ആ സിനിമകളെല്ലാം ഒരുപക്ഷെ എടുത്തിരിക്കുന്ന രീതി കുറെ കൂടി കലാരൂപം എന്നുള്ള നിലയിൽ ആർട്ടിസ്റ്റിക് ആയിട്ടാണ്. ഇത് മറിച്ച് നമ്മളെ അടിച്ച് വീഴ്ത്തുന്നത് പോലെ ഗോത്ര സൂചിപ്പിക്കുന്നു, അത് കഴിഞ്ഞിട്ട് നരോദപ്പാട്ടിയോ അത് സൂചിപ്പിക്കുന്നു, ഗർഭിണിയുടെ ഗർഭപാത്രം മുറിച്ച് അതിൽ നിന്ന് കുഞ്ഞിനെ എടുക്കുന്ന കാര്യം നമ്മൾ ഓർക്കുന്നു. ഇങ്ങനെ ഗുജറാത്തിൻ്റെ വംശഹത്യയുടെ എല്ലാ അംശങ്ങളും 20 മിനിറ്റ് കൊണ്ട് നമ്മളെ ഓർപ്പിക്കുന്നു എന്നുള്ളത് ഈ സിനിമയുടെ മഹത്തായ അവതാര ലക്ഷ്യമാണ്. അതിനുശേഷം നടക്കുന്ന വേട്ടയാടലിനെ കുറിച്ച് പറഞ്ഞു. ഈ ഹരാക്കിരി എന്ന് പറഞ്ഞത് സ്വയം നടത്തുന്ന ഹത്യയാണ്. ഇവിടെ 24 വെട്ട് സ്വയം വെട്ടി എന്നൊക്കെ പറയുമ്പോൾ അങ്ങനെയൊന്നും അല്ല, വെട്ടിച്ചതാണ്. നമുക്കറിയാം അതിന് പിന്നാലെ നടക്കുന്ന ED തുടങ്ങിയ ഇൻകം ടാക്സ് തുടങ്ങിയ കേന്ദ്ര ഏജൻസികൾ നടത്തുന്ന വേട്ടയാടൽ, ആ വേട്ടയാടലിനെ പേടിച്ചൊരു ഇര നടത്തുന്ന സ്വയം ഹത്യയാണ് 24 വെട്ട്. അത് അവരുടെ പേടി എന്നുള്ളതല്ല. നേരത്തെ ഇവിടെ സൂചിപ്പിച്ചത് രാമോദര സാറാണെന്ന് ആരോ സൂചിപ്പിച്ചതുപോലെ, അല്ലെങ്കിൽ ഇതിനകത്ത് ഈ കലാപത്തിൽ പങ്കെടുക്കുന്നവരെല്ലാം ഇതിൻ്റെ ബോധപൂർവമായ എന്താണ് ചെയ്യുന്നതെന്ന് പോലും അറിയാതെയായിരിക്കും 20,000 പേര് 50,000 പേരോട് അടങ്ങുന്ന വലിയ സംഘം നടത്തുന്ന ഈ ഹത്യയൊന്നും അവരൊരു പക്ഷേ ബോധപൂർവമായിരിക്കില്ല. അവരിതിനകത്തങ്ങ് പെടുകയാണ്. പക്ഷെ കലാപങ്ങളെല്ലാം, ലോകത്തിലെ എല്ലാ കലാപങ്ങളും ആസൂത്രിതമാണ്.
ഇപ്പോൾ ഗോദ്ര നടന്നു, ഗോദ്രയെക്കുറിച്ച് വിടുക, അതിൻ്റെ ആരാണ് നടത്തിയത് അതൊന്നും ഞാൻ സംസാരിക്കാൻ ഇവിടെ ഇഷ്ടമല്ലാഞ്ഞിട്ടല്ല, പക്ഷേ സമയക്കുറവാണ്, ഞാൻ വിടുന്നു. പക്ഷേ അത് കഴിഞ്ഞ് 150 കിലോമീറ്റർ അകലയിലേക്ക് ഈ ശവാവശിഷ്ടങ്ങൾ കൊണ്ട് പോവുകയും അത് വലിയൊരു രാഷ്ട്രീയ ഘോഷയാത്രയായി മാറുകയും അവിടെ പിന്നെ ഈ മറ്റ് കലാപങ്ങൾ അരങ്ങേറുകയും ചെയ്യുന്നു എന്നുള്ളത് ഇതിനകത്തെ ബോധപൂർവമായ തീരുമാനങ്ങളുടെ ലക്ഷ്യങ്ങളാണ്. തുടങ്ങി ഇതിനകത്ത് നമുക്ക് ധാരാളം വായിക്കാൻ കിട്ടും. പിന്നെ നമ്മുടെ മിലിറ്ററി അവിടെ ഉണ്ട്, മിലിറ്ററി വരുത്തുന്നുണ്ട് ഈ കലാപം എങ്ങനെയും അടിച്ചമർത്താൻ. പക്ഷേ എയർപോർട്ടിൽ നിന്ന് അവരെ ഇറക്കുന്നില്ല. 3 ദിവസം അവരവിടെ തന്നെ നിൽക്കുകയാണ്. അവർക്ക് അനുവാദമില്ല, രാഷ്ട്രീയ അനുവാദമില്ല, അവരവിടെ തന്നെ നിൽക്കുകയാണെന്ന് അതിൻ്റെ ഹെഡ് തന്നെ പറയുന്നുണ്ട്. എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യം, നമുക്ക് ഓർഗനൈസർ എന്ന് പറയുന്ന RSSൻ്റെ മുഖപത്രത്തിൻ്റെ ചരിത്രം എടുത്ത് നോക്കിയാൽ അവരങ്ങനെ എപ്പോഴും ഒന്നും എല്ലാത്തിനെയും കുറിച്ച് എഴുതില്ല. ഈ ഒരു സിനിമയെക്കുറിച്ച് 3 ലേഖനങ്ങളാണ് എഴുതിയത്, 5. ഓക്കെ, ഇങ്ങനെ യഥാർത്ഥത്തിൽ ഇല്ല. എത്ര പ്രധാനപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് പോലും അവർ ലേഖനങ്ങൾ എഴുതാൻ എടുക്കുന്നത് വളരെ സൂക്ഷിച്ചാണ്. അപ്പോൾ ഇത് എവിടെയൊക്കെയോ നന്നായി കൊണ്ടിരിക്കുന്നു. ഇവിടെ രാമോദര സാറിനോട് ചേർന്നോ അല്ലെങ്കിൽ കലഹിച്ചോ പറയാനുള്ള ഒരു കാര്യം, ആരാണ് ഹിന്ദു എന്നുള്ളതിനെ ഡിഫൈൻ ചെയ്യുന്നത് ആരാണെന്നുള്ളതാണ്. ഈ ഓർഗനൈസറിൻ്റെ ലേഖനങ്ങളെല്ലാം എടുത്തു നോക്കിയാൽ അവർ പറയുന്നത് ഈ സിനിമ ഹിന്ദുത്വത്തിനെതിരെയുള്ള സിനിമയാണ്, ഇത് ഭാരതത്തിനെതിരെയുള്ള സിനിമയാണ്. മാത്രമല്ല ഹിന്ദുക്കളെ എല്ലാം വില്ലന്മാരായി ചിത്രീകരിക്കുന്ന സിനിമയാണ്. അടുത്ത വേറൊരു കാര്യം കൂടി പറയുന്നുണ്ട്, ഇത് ക്രിസ്ത്യാനികൾക്കെതിരെയുള്ള സിനിമയാണ്, ഇത് ജീസസ് ക്രൈസ്റ്റിനെതിരെയുള്ള സിനിമയാണ്. നോക്കൂ, ആ സെഗ്രിഗേഷൻ, വിഭജനം എങ്ങനെയാണ് ഈ ലേഖനങ്ങളിലൂടെ ആസൂത്രിതമായി കൊണ്ടുവരുന്നതെന്ന്. മാത്രമല്ല ഒരു ലേഖനത്തിൽ മലയാള സിനിമയിലെ തന്നെ ഒരു സെഗ്രിഗേഷൻ നടത്തുന്നുണ്ട്, അതിലേക്ക് ഞാൻ കടക്കുന്നില്ല. പൃഥ്വിരാജ്, ടോവിനോ അങ്ങനെ തുടങ്ങിയ ഒരു നിരയെ അവതരിപ്പിക്കുന്നുണ്ട്, മറുഭാഗത്ത് മറ്റൊരു നിരയെ അവതരിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ രാജഗോപാൽ സാറൊക്കെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ പൊതുസമൂഹം എന്ത് ചെയ്യണം? ഒന്ന് പ്രധാനമായിട്ട് ഹിന്ദു, ശരിയാണ്, സാധാരണ ഹിന്ദുവിന് തോന്നുമോ ഈ ബജറംഗി കൊല്ലപ്പെട്ടതുപോലെ ഞാൻ കൊല്ലപ്പെടുമെന്ന്? സാധാരണ എന്തായാലും കേരളത്തിലുള്ള ഒരു ഹിന്ദുവിന് തോന്നാൻ വഴിയില്ല. പക്ഷേ അങ്ങനെ തോന്നാതിരിക്കത്തക്കവണ്ണം ഇന്ത്യയിലെ പൗരസമൂഹത്തിന്, ആധുനിക സമൂഹത്തിന് ഒരു ജോലിയുണ്ട്. ഈ പറയുന്ന ഹിന്ദു അല്ല, ഗുജറാത്തിൽ ഭ്രൂണഹത്യ നടത്തിയ, വംശഹത്യ നടത്തിയ, വെട്ടിയെരിഞ്ഞ് കൊന്ന ആ ഹിന്ദു അല്ല ഇന്ത്യൻ ഹിന്ദു എന്ന് നമുക്ക് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കേണ്ടതുണ്ട്. ശ്യാംകുമാർ ഇവിടെ പറഞ്ഞതുപോലെ ഇത് ചരിത്രപരമായി അങ്ങനെയാണെങ്കിൽ ചരിത്രപരമായി എല്ലാത്തിനെയും വഹിക്കേണ്ട ഉത്തരവാദിത്വം ആധുനിക സമൂഹത്തിനില്ല. ജനാധിപത്യമുള്ള സമൂഹമാണ്, പരിഷ്കൃത സമൂഹമാണ്, സയൻറ്റിഫിക് ടെമ്പറിൽ ജീവിക്കുന്ന സമൂഹമാണ്. ആ സമൂഹത്തിന് വേണ്ടാത്തതിനെയൊക്കെ കളയണമെങ്കിൽ ഈ ഇന്നത്തെ പത്രത്തിൽ എന്തൊക്കെ ഇന്നത്തെ പരിപാടി എന്ന് വന്നതിനകത്ത് ഏറ്റവും പ്രമുഖമായി വരേണ്ടത് ഈ ഫാസിസ്റ്റ് പ്രവണതകൾക്കെതിരെ നടത്തുന്ന ഈ ചെറിയ കൂട്ടായ്മയുടെ വാർത്തയാവണം. നമ്മുടെ മാധ്യമങ്ങളെക്കുറിച്ചൊക്കെ ഈ സിനിമയിൽ തന്നെ യഥാർത്ഥത്തിൽ മാധ്യമങ്ങൾക്കെതിരെ വലിയ വിമർശനമുണ്ട്. ഈ അന്തിചർച്ചയ്ക്ക് വന്നിരിക്കുന്ന ഒരു പ്രതിനിധി പെട്ടെന്ന് തൻ്റെ ചേരി മാറുന്ന ഒരു ദൃശ്യമുണ്ട്. ചേരി മാറി ഇപ്പുറത്ത് ബജറംഗിയുടെ കൂടെ കൂടുന്ന ഒരു കുഞ്ഞൊരു സീനുണ്ട്. കാരണം നമ്മുടെ അന്തിചർച്ചയിലൊക്കെ കാണുന്നതും ഇതൊക്കെ തന്നെയാണ്. മാധ്യമങ്ങൾക്കെതിരെ വലിയ വിമർശനമുണ്ട്. രാജഗോപാൽ സാർ സൂചിപ്പിച്ചു, ഞാൻ ഈ വാർത്തയൊന്ന് കണ്ടതായിരുന്നു. നരേന്ദ്രമോദി ആദ്യമായിട്ട് 2002 ഫെബ്രുവരി 27 മുതൽ തുടങ്ങിയ ആ കലാപം, വംശഹത്യ തുടങ്ങിയവയെക്കുറിച്ച് ആദ്യമായി സംസാരിക്കുന്നത് അല്ലേ സാർ? ആദ്യമായി തുറന്ന് സംസാരിക്കുന്ന ഒരു സംഭാഷണമായിരുന്നു അത്. നമ്മുടെ മാധ്യമങ്ങളൊന്നും ആ നിലയിൽ അത് റിപ്പോർട്ട് ചെയ്തില്ല. പക്ഷേ നരേന്ദ്രമോദിയുടെ പങ്കാളിത്തത്തെ കുറിച്ച് ബജറംഗി സംസാരിക്കുന്നുണ്ട്. തെഹൽക്ക നടത്തിയ ഒരു ഒളിക്യാമറ സംഭാഷണത്തിൽ അയാൾ പറയുന്നുണ്ട്, അതാണ് നമ്മളെ പേടിപ്പിക്കുന്നത്.
എന്നെ വീണ്ടും വിടൂ, ഞാനൊരു 25,000-നും 50,000-നും ഇടയ്ക്ക് മുസ്ലിങ്ങളെ കൊന്നിട്ട് വരാം, എന്നെ തൂക്കിക്കൊന്നോളൂ, അല്ലെങ്കിൽ ജീവിതാന്ത്യത്തോളം ജയിലിലിട്ടോളൂ, എനിക്ക് കുഴപ്പമില്ല. ആ ബജറംഗിയുടെ പേരാണ് ഓർഗനൈസറിനെ പ്രകോപിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നത്. ആ ബജറംഗി ഇന്ന് നവചേതന എന്ന് പറഞ്ഞ ഒരു സംഘടന നടത്തുന്നുണ്ട്. അയാള് ജയിലിലായതിനു ശേഷം, അങ്ങനെ ജയിലിലൊന്നും കിടന്നിട്ടില്ല എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാമല്ലോ. 14 തവണ ജാമ്യം നേടി പുറത്തായിരുന്നു. അതിനുശേഷം സുപ്രീം കോടതി ഇപ്പോൾ അയാളെ പെർമനൻ്റ് ആയിട്ട് വിട്ടിരിക്കുകയാണ്. അയാൾ നവചേതന എന്നും പറഞ്ഞിട്ട് ഒരു ഓർഗനൈസേഷൻ നടത്തണം. നവചേതനയുടെ ജോലി എന്താണെന്ന് ചോദിച്ചാൽ അയാൾ തന്നെ ഈ സംഭാഷണത്തിൽ പറയുന്നുണ്ട്, 700 ഹിന്ദു പെൺകുട്ടികളെ ഞാൻ രക്ഷിച്ചു, പ്രണയിക്കാൻ പോയ 700 പെൺകുട്ടികളെ ഞാൻ തിരിച്ചു കൊണ്ടുവന്നു. ആ സംഘടനയെക്കുറിച്ച് നാട്ടുകാർ പറയുന്നത് ഇതൊരു ഭീകര സംഘടനയാണ്, പെൺകുട്ടികളെ തട്ടിക്കൊണ്ടു പോകുന്ന സംഘടനയാണ് എന്നാണ് നാട്ടുകാർ പറയുന്നത്. അങ്ങനെയുള്ള വ്യക്തികൾ ഈ ബജറംഗി മാത്രമല്ല, ഗുജറാത്തിൽ മാത്രമല്ല. അപ്പോൾ മുന്ന എന്ന് ഒരു MP രാജ്യസഭയുടെ തലത്തിൽ വെച്ച് മറ്റൊരു MP വിളിക്കുന്ന തരത്തിൽ അത്രയും പ്രകടമായ മുന്നമാർ നമ്മുടെ ഇടയിൽ ഉണ്ട്. സിനിമ കണ്ടവരോട് മുന്ന ആരാണെന്ന് പറയേണ്ടതില്ല. ഈ മൗസിയുടെ അനന്തരവനാണ് മുന്ന. മുന്നയാണ് ഏറ്റവും വില്ലനായ കഥാപാത്രം. കൂടെ നിൽക്കുന്നു എന്ന് തോന്നിപ്പിച്ചുകൊണ്ട്, അത് മുനമ്പത്ത് കൂടെ നിൽക്കുന്നു എന്ന് തോന്നിപ്പിക്കും, തൃശ്ശൂര് കൂടെ നിൽക്കുന്നു എന്ന് തോന്നിപ്പിക്കും, തിരുവനന്തപുരത്ത് കൂടെ നിൽക്കുന്നു എന്ന് തോന്നിപ്പിക്കും. പക്ഷേ മുന്നയുടെ സ്വഭാവം കാണിക്കും. കൃത്യസമയം വരുമ്പം മുന്നയുടെ സ്വഭാവം കാണിക്കും. അവസാനം മൗസിയെ, ആ ഒരു രംഗം ഒന്നും മറക്കില്ല. എത്രയും നാളും ഓമനിച്ചു വളർത്തിക്കൊണ്ട് വന്നിരുന്ന മൗസിയെ കൊന്നിട്ടിരിക്കുമ്പോൾ അരിശം തീരാഞ്ഞിട്ട് പോയി ചവിട്ടിക്കൂട്ടുന്ന. ഇതിനിടയ്ക്ക് നിങ്ങൾ ആരെങ്കിലും ശ്രദ്ധിക്കാൻ, എനിക്കൊക്കെ അത്ഭുതം തോന്നി. നമ്മുടെ കേരളത്തിൽ ഒരു ചാനലിൽ നടത്തുന്ന ചർച്ചയിൽ BJPയുടെ ഒരു വക്താവ് വന്നിരുന്ന് പറയാണ്, ഗാന്ധിജി കൊല്ലപ്പെട്ടില്ലായിരുന്നെങ്കിൽ ഗാന്ധിജി RSS ആവുമായിരുന്നു എന്ന്. എനിക്കങ്ങ് തല മറിച്ച പോലും ഇങ്ങനെയൊക്കെ പറയാൻ കഴിയുന്നു എന്നുള്ളത് വലിയ അത്ഭുതമാണ്. അതിൻ്റെ അർത്ഥം എന്താ? RSS ഞങ്ങൾ കൊന്നില്ലായിരുന്നെങ്കിൽ എന്നാണ് യഥാർത്ഥത്തിൽ ചേർക്കേണ്ടത്. ഞങ്ങൾ ഗാന്ധിജിയെ കൊന്നില്ലായിരുന്നെങ്കിൽ അയാൾ പോയി RSS കയറുമായിരുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. അമ്മാതിരി പറയുന്ന തരത്തിൽ നമ്മുടെ ഈ ദിവസേനയുള്ള ചർച്ചകൾ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്. സാർ പറഞ്ഞ കറക്റ്റാണ്. ഇത് കാണാൻ എന്തിനാണ് നമ്മുടെ ജനറേഷൻ ഇവിടെ നിൽക്കുന്നത്? ഇപ്പോ ഒരു സിനിമ എടുത്തതിൻ്റെ പേരിൽ അതിൻ്റെ പ്രൊഡ്യൂസേഴ്സ്, അതിൻ്റെ സ്ക്രിപ്റ്റ് റൈറ്റർ, അതിൻ്റെ സംവിധായകർ ഇനിയും എത്ര കാലം കോടതി കയറി ഇറങ്ങേണ്ടി വരും? അതിനകത്ത് സിനിമയിൽ തന്നെ ഇതിനെക്കുറിച്ചുള്ള സൂചനകളുണ്ട് എന്ന് നമുക്കറിയാം. ഇതിൻ്റെ ഒരു പൊളിറ്റിക്സ് വലതുപക്ഷ കോൺഗ്രസിന് അനുകൂലമായൊരു സിനിമ തന്നെയാണ്. അത് എത്ര ചീഞ്ഞതാണെങ്കിലും അത് വരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു പൊളിറ്റിക്സ് ഇതിനകത്ത് ഇങ്ങനെ ഇരിക്കുന്നു. സ്ത്രീ വിരുദ്ധമായിട്ടുള്ള ധാരാളം കാര്യങ്ങൾ യഥാർത്ഥത്തിൽ ആ നിലയിലൊക്കെ. പക്ഷെ 20 മിനിറ്റ് മതി അത് ചരിത്രത്തിൽ ആകുന്നതിന്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ള കാര്യമാണ് പ്രധാനപ്പെട്ട കാര്യം. കേരളത്തിലേക്ക് ബജറംഗിമാർ പല പല വേഷങ്ങളിൽ തീർച്ചയായും വന്നുകൊണ്ടിരിക്കുകയാണ്, വന്നു കഴിഞ്ഞു. പക്ഷേ അതിനെ എത്ര കാലം, എപ്പോഴാണ് ഈ IUF അത് PKR എന്ന ബ്രാക്കറ്റിലേക്ക് മാറുന്നത് എന്ന് സിനിമ കണ്ടല്ലോ എല്ലാവരും, അതുകൊണ്ട് ഞാൻ പറഞ്ഞ് മനസ്സിലായിട്ടുണ്ടാവും എന്ന് നമുക്ക്. കാരണം അത് ഇന്ത്യയിലുടനീളം പല സംസ്ഥാനങ്ങളിലും നടന്നതാണ്. തെരഞ്ഞെടുക്കപ്പെട്ട് കഴിഞ്ഞിട്ട് അടുത്ത ദിവസം മുഖ്യമന്ത്രിയും പരിവാരങ്ങളും എല്ലാം കൂടി ചേർന്നിട്ട് അപ്പുറത്തേക്ക് പോകുന്ന കാഴ്ച പലയിടത്തും നമ്മൾ കണ്ടതാണ്, കേരളത്തിലും. അപ്പോൾ വരും തെരഞ്ഞെടുപ്പുകളെയൊക്കെ വളരെ പൊളിറ്റിക്കലായി ഇത്തരം കാര്യങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് നേരിടേണ്ട ഉത്തരവാദിത്വം കൂടി നമുക്കുണ്ട്. അപ്പോൾ കേരളത്തിലെ ഒരു പ്രതിരോധത്തിൻ്റെ എനിക്ക് അത്ഭുതകരമായി തോന്നിയൊരു കാര്യമാണ്, ഒരു ചെറിയ കാര്യമല്ല മുഖ്യമന്ത്രി പോയിരുന്ന് ആ സിനിമ കണ്ടു എന്നാണ്. അദ്ദേഹം എങ്ങനെ അത് കണ്ടു എന്നാണ് അദ്ദേഹം എന്ന് സൂചിപ്പിക്കത്തക്കവണ്ണം ധാരാളം സൂചനകളുണ്ട് അതിനകത്ത്. എന്നാലും പോയി കണ്ടു എന്നുള്ളത്
വലിയൊരു പ്രതിരോധം തന്നെയാണ്. ആ പ്രതിരോധം കേരളത്തിൻ്റെ പ്രതിരോധമാണ്. പ്രതിപക്ഷ നേതാവും എല്ലാം ആ നിലയിൽ വലിയ രാഷ്ട്രീയമായി പ്രതിരോധം ഉയർത്തിയിട്ടുണ്ട്. ആ പ്രതിരോധം താഴെ എല്ലാ സമൂഹത്തിൻ്റെ എല്ലാ രംഗങ്ങളിലെ ഉയർത്തിക്കൊണ്ട് വരേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ട്. 3 വർഷം മുമ്പെടുത്ത സിനിമകളെക്കുറിച്ച് ചോദിച്ചുകൊണ്ടാണ് ഇൻകം ടാക്സ് വന്നിരിക്കുന്നത്. ഇൻകം ടാക്സിന് എന്തായാലും ജോലി, ഇൻകം ടാക്സിന് കൃത്യമായി ജോലി ഉണ്ടല്ലോ. അതാത് സമയത്ത് അതാത് ജോലി ചെയ്യണം. ഇപ്പോഴാണോ അത് ചെയ്യുന്നത്? അപ്പോൾ ഇതെല്ലാം വളരെ ആസൂത്രിതമായ കാര്യങ്ങളാണ്. കലാ സംസ്കാരം തുടങ്ങിയിരിക്കുന്നത്. ഇതിനിടയ്ക്ക് ഒരുപാട് കാര്യങ്ങൾ കേരള സ്റ്റോറിയെക്കുറിച്ചൊക്കെ പറയേണ്ടതുണ്ട്. ഇതിനോട് ചേർത്ത് വെച്ചിട്ട് അതിനൊക്കെ സമയം ഇല്ലാത്തത് കൊണ്ട് ഞാൻ വിടുന്നു. എല്ലാവർക്കും നമസ്കാരം.